തുടർച്ചയായ 4-ാം ദിവസവും മധ്യപൂർവേഷ്യയിൽ സംഘർഷം തുടരുകയാണ്. സൗദി അറേബ്യയിലെ റിയാദിലെ അമേരിക്കൻ എംബസിക്ക് നേരെ ഇറാന്റെ ആക്രമണമുണ്ടായി. ദുബായിലെ ഓസ്ട്രേലിയൻ സൈനിക താവളത്തിന് നേരെയും ആക്രമണം നടന്നു. ടെഹ്റാനിൽ ശക്തമായി തിരിച്ചടിക്കുന്നതായിട്ട് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നു. ഇസ്രായേൽ ഉൾപ്പെടെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്ന് എത്രയും വേഗം ഒഴിഞ്ഞുപോകാൻ പൗരന്മാർക്ക് അമേരിക്കയുടെ നിർദ്ദേശം വന്നുവെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഇപ്പോൾ പി ജെയിംസും സൗദി അറേബ്യയിലെ ദമാമിൽ നിന്ന് എഴുത്തുകാരൻ മൻസൂർ പള്ളൂരും തത്സമയം ചേരുകയാണ്. ആദ്യം പി ജെയിംസിലേക്ക്. പി ജെയിംസ്, ഇന്നും യുദ്ധത്തിൻ്റെ എനിക്ക് തോന്നുന്നു ഇത്ര ദിവസങ്ങൾ കടന്നുപോയിട്ടും യുദ്ധം കൂടുതൽ കടുക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നു. നമുക്ക് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ് ഈ പശ്ചിമേഷ്യയിലും മധ്യപൂർവേഷ്യയിലെ രാജ്യങ്ങളിലും നടക്കുന്നതെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള അപ്ഡേറ്റ്സ് എന്താണ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ കിട്ടുന്നത്? എസ് കെ പറഞ്ഞതുപോലെ തന്നെ ഈ യുദ്ധം 4-ാം ദിവസത്തേക്ക് കടക്കുമ്പോൾ ഇത് കൂടുതൽ രൂക്ഷമാവുന്നതാണ് കാണുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സൗദി അറേബ്യയിലെ എംബസിക്ക് നേരെ ഇറാന്റെ മിസൈലുകൾ പതിച്ചത്. അവിടെ അത് തകർത്ത് കളഞ്ഞെങ്കിലും അവിടെ തീപിടുത്തമുണ്ടായി. അവിടെ അതിൻ്റെ പേരിൽ അമേരിക്ക തിരിച്ചടിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അമേരിക്കയുടെ ഒരു നീണ്ട അറ്റാക്ക് ഇറാനിലേക്ക് വരാനിരിക്കുന്നു. ഇസ്രായേലാണെങ്കിൽ വലിയ തോതിലുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇറാനിൽ. അപ്പോൾ ഇറാനും അതുപോലെ തന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഉൾപ്പെട്ടതോടെ ഇതിൽ വന്നിരിക്കുന്നത് 15 രാജ്യങ്ങൾ ഇതുവരെ ഈ യുദ്ധത്തിൽ പങ്കാളികളായിരിക്കുന്നു. അപ്പോൾ 15 രാജ്യങ്ങൾ യുദ്ധത്തിൽ പങ്കാളിയാവുക എന്ന് പറഞ്ഞാൽ ഒന്നാം വേൾഡ് വാറിനേക്കാൾ കൂടുതൽ രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ യുദ്ധത്തിൽ പങ്കാളികളായിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് പലതരത്തിലുള്ള വിലയിരുത്തലുണ്ട്. ഇത് 3-ാം ലോക മഹായുദ്ധത്തിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമായി, ഇത് 1-2 ദിവസം കൊണ്ട് തീരുന്ന യുദ്ധമല്ല എന്ന് തീർത്ത് പറയാൻ കഴിയും. കാരണം സമാധാന ശ്രമങ്ങൾ ഒന്നും നടക്കുന്നില്ല. അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ഇന്നലെ പെന്റഗൺ നടത്തിയതിൽ ഇറാനെ ഒരു തരത്തിലും ഒരു സൈനിക ശക്തിയായിട്ട് നിലനിൽക്കാൻ അനുവദിക്കില്ല. അവിടുത്തെ സൈന്യത്തെ ഇല്ലാതാക്കും, ആണവ നിലയങ്ങൾ തകർക്കും, എല്ലാ തരത്തിലും വലിയ ഭീഷണിയാണ് ഇറാനെതിരെ അവർ മുഴക്കിയിട്ടുള്ളത്. ഇറാനാണെങ്കിൽ ഒരുപക്ഷെ അമേരിക്കയ്ക്ക് ഒരു കാര്യം മനസ്സിലായി കാണും, വെനുസ്വേലയല്ല ഇറാന് വലിയ സൈനിക ശക്തിയുണ്ട്, വെൽ ട്രെയിൻഡ് ആണ് എന്ന് മാത്രമല്ല സുപ്രീം ലീഡറായിരുന്ന ആയത്തുള്ള അൽ ഖാമിനിയുടെ അഡ്വൈസറായിരുന്ന ലാറി ജാനി അടക്കമുള്ള ഹാർഡ് ലൈനേഴ്സ്, തീവ്ര നിലപാടുള്ളവർ അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് ഈ കടലിടുക്കിൽ, ഹോർമുസ് കടലിടുക്ക് അടച്ചിരിക്കുകയാണ്. അവിടെ ഏത് കപ്പൽ വന്നാലും ആക്രമിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. 20% എണ്ണ പോകുന്നത് ഹോർമുസ് കടലിടുക്കിലൂടെയാണ്. 33 കിലോമീറ്റർ മാത്രമാണ് അവിടുത്തെ വീതി. അവിടെ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇപ്പോൾ തന്നെ എണ്ണവില കൂടി തുടങ്ങി. $70 നിന്ന് 82 ഇനി $100 മേലെ പോകുമെന്നുള്ള വിലയിരുത്തലാണ്. ഒരു ബാരൽ എന്ന് പറഞ്ഞാൽ 158 ലിറ്ററാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ എണ്ണവില വരുന്നതോടെ നമ്മുടെ അടുക്കളയിൽ അവശ്യ സാധനങ്ങൾക്ക് വരെ വില കൂടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ്. ഇത് സ്വാഭാവികമായിട്ട് ഇതൊക്കെ തുറന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം വാങ്ങിക്കാനുള്ളതൊക്കെ വാങ്ങിച്ചു വെച്ചോ എന്നുള്ള തരത്തിൽ ഈ യുദ്ധം നമ്മളെ ബാധിക്കില്ല എന്ന് കരുതേണ്ട, ഇത് നമ്മുടെ യുദ്ധം ബാധിക്കും. 15 രാജ്യങ്ങളിൽ ഇടപെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല ഈ സൗദിയിൽ വലിയ അലേർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അവിടുത്തെ അറാംകോ എന്ന വലിയ പെട്രോളിയം കമ്പനിയാണ് ആക്രമിക്കപ്പെട്ടത്. അത് തകർത്ത് കളഞ്ഞു, ഡ്രോണുകൾ തകർത്ത് കളഞ്ഞു. പക്ഷേ ഇനിയും ആക്രമണ സാധ്യതയുള്ളതുകൊണ്ട് അവിടുത്തെ ചില റിഫൈനറികളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ എണ്ണയുടെ ഉൽപ്പാദനം കുറയും. ഖത്തറിലാണെങ്കിൽ അവിടുത്തെ LNG പ്ലാന്റിന് നേരെ ആക്രമണം വന്നു. LNG പ്ലാന്റ് പൂട്ടിയിട്ടിരിക്കുകയാണ്. പ്രകൃതിവാതകത്തിനും വില കൂടിക്കൊണ്ടിരിക്കുന്നു. അത് അവിടെ മാത്രമല്ല, മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്നലെ രാത്രി ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം, ഒരുപക്ഷെ ഒരു തിരിച്ചടി ഇറാന് ലഭിച്ചത്, ഇറാന്റെ സുഹൃത്ത് രാജ്യമായിരുന്ന ഖത്തറിലേക്ക് അവര് ഈ റഷ്യൻ നിർമ്മിതമായ സുഖോയ് 24 2 യുദ്ധവിമാനങ്ങൾ അതിർത്തി കടന്ന് ഖത്തറിന്റെ US താവളം ആക്രമിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഖത്തറിൻ്റെ വ്യോമസേന ആ 2 യുദ്ധവിമാനങ്ങളും വെടിവെച്ചിട്ടു എന്നുള്ളത് ഒരുപക്ഷെ ഈ യുദ്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഒരു ദിശാമാറ്റമാണ്. കാരണം ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു തിരിച്ചടിയിൽ ഇറാന്റെ 2 യുദ്ധവിമാനങ്ങൾ വീഴുന്നത്. 7 മിസൈലുകളും 5 ഡ്രോണുകളും തടഞ്ഞിട്ടിരുന്നു. മൊത്തം രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ
100 കണക്കിന് ഡ്രോണുകളും അതുപോലെ തന്നെ മിസൈലുകളുമാണ് തകർത്തിട്ടുള്ളത്. ഒരുപക്ഷെ അമേരിക്കയ്ക്ക് വലിയ നാണക്കേടായി മാറിയത് കുവൈറ്റിലെ സംഭവമാണ്. കുവൈറ്റിൽ 3 യുദ്ധവിമാനങ്ങൾ F-15E യിൽപ്പെട്ട വിമാനങ്ങൾ അവർ തന്നെ കുവൈറ്റ് എയർഫോഴ്സ് അബദ്ധത്തിൽ വീഴ്ത്തി. നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, ഇറാൻ അവകാശപ്പെട്ടത് ഇറാൻ വെടിവെച്ചിട്ടു എന്നാണ്. അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ഇതിന് സാധ്യത കുറവാണ്, കുവൈറ്റിൻ്റെ എയർ ഇതിലാണ് സംഭവിച്ചിരിക്കുന്നത്. പാട്രിയോട്ട് മിസൈൽ സിസ്റ്റം അമേരിക്ക തന്നെ ഉണ്ടാക്കി കൊടുത്തതാണ്. അമേരിക്കയുടെ സിസ്റ്റം വെച്ച് അമേരിക്കയുടെ 3 വിമാനങ്ങളെ അടിച്ചിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ നാണക്കേട് വേറെയില്ല. അത് അമേരിക്ക തന്നെ അതിനെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷേ ഇത് ഇറാൻ വെടിവെച്ചിട്ടതല്ല എന്ന് വ്യക്തമായിട്ടുണ്ട്. എന്തായാലും അവിടെ അമേരിക്കയിലെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്, നിങ്ങൾ എന്തിനാണ് ഇറാനിലെ ഈ 100-200 കുട്ടികളെ ഈ ബോംബിട്ട് കൊലപ്പെടുത്തിയത്? അദ്ദേഹം പറഞ്ഞത്, അത് ഞാൻ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്, നിങ്ങൾ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിനോട് ചോദിക്കൂ എന്നാണ്. അതിനൊരു മറുപടി അമേരിക്കയ്ക്ക് നൽകാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ ഈ ഏറ്റുമുട്ടലിലെ ഏറ്റവും സങ്കടകരമായൊരു വാർത്ത SKN, ഈ കുട്ടികൾ കുരുന്നുകളായിട്ടുള്ള പ്രൈമറി സ്കൂളിലെ ഇറാനിലെ കുട്ടികൾ കൊല്ലപ്പെട്ടതാണ്. അത് ഗസയിൽ 30,000-ൽ പേരെ കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. എന്തായാലും SKN, ഇത് ലെബനോനിൽ, അവിടെയും ഇസ്രായേലും ലെബനോനും തമ്മിൽ, ഹെസ്ബുള്ളയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടക്കുകയാണ്. ഇന്നലെ മരണസംഖ്യ 32 ആയിരുന്നു, ഇന്നത് 52 ഉയർന്നു. അതുപോലെ തന്നെ അവിടെ വലിയ പലായനം നടക്കുകയാണ്. ലെബനോനിൽ നിന്ന് അവിടുത്തെ 18 ഗ്രാമങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ തന്നെ ആവശ്യപ്പെട്ടു. വടക്കൻ ഇസ്രായേലിലേക്ക് ഹെസ്ബുള്ള നടത്തിയ ആക്രമണത്തിന് ബദലായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ഇറാന് പുറമെ ലെബനോനിൽ കൂടി വലിയ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാഖിലെ എർബിൽ അമേരിക്കയുടെ വലിയ സേനാത്താവളമാണ്. അവിടെ അന്താരാഷ്ട്ര വിമാനത്താവളമുണ്ട്. അവിടെ ഇറാൻ പോയി അടിച്ചു എന്ന് മാത്രമല്ല, അവിടുത്തെ ആയുധപ്പുര, US-ൻ്റെ ആയുധപ്പുരയ്ക്ക് തീയിട്ടു. പല തവണ അവിടെ കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് ഇറാഖിൽ മുഖം നഷ്ടപ്പെട്ട അവസ്ഥയുണ്ടായിരിക്കുന്നു. അങ്ങനെ യു എയിൽ അബുദാബിയിലും ദുബായിലും ആക്രമണം നടന്നിട്ടുണ്ട്. വലിയ കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഖത്തറിന് പുറമെ ബഹ്റിനിലൊക്കെ കഴിഞ്ഞ 3 ദിവസമായിട്ട് ആക്രമണമുണ്ട്. ഒരുപക്ഷെ ബഹ്റിനിലെ ആക്രമണം കൂടാൻ സാധ്യതയുണ്ട് SKN. അതിന് കാരണം ബഹ്റിനിലാണ് അതിൻ്റെ ആസ്ഥാനം. 5th ഫ്ലീറ്റ്, അമേരിക്കയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം അവിടെയാണ്. ഒരുപക്ഷെ ഹോർമൂസ് കടലിടുക്ക് അടച്ചതുകൊണ്ട് അത് തുറന്ന് പ്രവർത്തിക്കാൻ ഇതെന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയുടെ മെറൈൻ കമാൻഡ് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത് SKN അത് ഈ പറഞ്ഞ ബഹ്റിനിൽ നിന്നാണ്. അതുകൊണ്ട് ബഹ്റിനിലെ മെറൈൻ കമാൻഡിന് നേരെ വലിയ ആക്രമണം ഉണ്ടാകുമെന്നുള്ള പ്രവചനമുണ്ട്. ഈ രീതിയിൽ ഏത് രാജ്യമെടുത്താലും അവിടെയൊക്കെ ജോർദാനിൽ ആക്രമണം നടത്തുന്നു. ഇറാൻ കാണിക്കുന്നത് ഇറാൻ്റെ പരമോന്നത നേതാവിനെ, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ, മകളെ, മരുമകനെ, കൊച്ചുമകനെ മുഴുവൻ, ഒപ്പം തന്നെ അവിടുത്തെ പ്രതിരോധ മന്ത്രിയെ അടക്കം പ്രമുഖ സൈന്യാധിപന്മാരെ, IRGC, അവിടുത്തെ ഏറ്റവും ശക്തരായിട്ടുള്ള റവല്യൂഷണറി ഗാർഡിൻ്റെ തലവനെ വരെ കൊലപ്പെടുത്തിയിരിക്കുന്നു. അവർ പ്രതികാര ദാഹത്തോടെ ആഞ്ഞടിക്കുകയാണ്. അതുകൊണ്ട് യുദ്ധം നീണ്ടു നിൽക്കും അത് യാതൊരു സംശയവുമില്ല. VP ജെയിംസ് ആണ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.